കൈജു നമ്പർ 8 ഫോർട്ടിറ്റ്യൂഡ് 9.8 എന്നു പേരുള്ള 4ാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു കാരണവശാലും ഞാൻ തോറ്റ് പിന്മാറില്ല, കഫ്ക ഉറക്കെ പറഞ്ഞു. സെമ്പായി ഓക്കെയാണോ? കഫ്ക എഴുന്നേറ്റ് നേരെ നിന്നിട്ട് ചിരിച്ചു. കണ്ടോ, എനിക്ക് നിൽക്കാൻ പറ്റും. അയാൾ ആ ഒറ്റക്കാലിലല്ലേ നിന്നതെന്ന് ഓക്കനോക്കി. തന്റെ തീരുമാനം അതാണെങ്കിൽ ഓക്കെ, പക്ഷെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയാൽ റിമോട്ട് ഷീൽഡ് ഞാൻ ഓണാക്കും, ഹോഷിന പറഞ്ഞു. നോ പ്രോബ്ലം. എന്നാൽ അവൻ എപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു. ഇച്ചിക്കവ, എന്നെ നീ നോക്കണ്ട, ഒക്കോ, നമ്മൾക്കൊരു ഡീൽ ഉണ്ടായിരുന്നതല്ലേ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക്. എന്നാൽ റെനോ കഫ്കയ്ക്ക് നേരെ തന്റെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ബാക്കപ്പ് ചെയ്തോളാം, നമ്മൾക്ക് പറ്റുന്നത് അത്രയും നല്ലതുപോലെ ചെയ്യണം. കഫ്കയ്ക്ക് വിശ്വസിക്കാനായില്ല. ആ, നീ അങ്ങനത്തെ ഒരാളാണല്ലോ. ഓക്കെ, നീ നിർബന്ധിക്കുകയാണെങ്കിൽ. കഫ്ക അത് അംഗീകരിച്ചു. ഹോഷിന പൊട്ടിച്ചിരിച്ചു. ഇവന്മാരിത് എന്തോന്ന്. RRR സ്റ്റൈലില് റെനോ കഫ്കയെ തോളിൽ വെച്ചോണ്ട് ഓടി. കമോൺ ഇച്ചിക്കാവ, നമ്മളുടെ ശക്തി ഒരുമിച്ചാൽ. ഇച്ചിക്കാവ ആകെപ്പാടെ അളിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എന്നെ നോക്കുന്നു. നിനക്ക് നമ്മളുടെ കാലാകാമല്ലോ. സ്യൂട്ടിന്റെ പവർ ഉപയോഗിക്ക്. എന്റെ ഒട്ടിഞ്ഞ കാലിന് ഒട്ടുക്കത്ത വേദനയാണെന്ന് കഫ്ക. കൈജുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിവരമെല്ലാം പുറത്തെടുക്കുന്നു റെനോ. ഓക്കെ. ഇതൊക്കെ കണ്ടും കേട്ടും ഹോഷിന നീലത്തടിച്ച് പൊട്ടിച്ചിരിച്ചു. ഞാൻ ഇവന്മാരെ അങ്ങ് പാസ്സാക്കട്ടെ, ഒരു കോമിക് റിലീഫ് ആയിക്കോളൂ. പണി സീരിയസ് ആയിട്ട് എടുക്കണോ. നീ കിക്കറുവിനെ ഫോളോ ചെയ്യ്, എന്റെ കാര്യം നോക്കണ്ട എന്ന് കഫ്ക പറഞ്ഞു. ഓക്കെ, ഇടിച്ചിരുന്നു. അത് പറഞ്ഞിട്ട് റെനോ സ്പീഡിൽ അങ്ങോട്ട് ഓടി. ആശ ഒട്ടുക്കത്ത സ്പീഡാണല്ലോ. ഇഹാറു ഒരു കൈജുവിനെ കൊല്ലാൻ പോവുകയായിരുന്നു. എന്നാൽ കിക്കറു അവനേക്കാൾ സ്പീഡിലോടി ആ കൈജുവിനെയും കൊന്നിട്ട് അടുത്തതിന്റെയും പിറകെ പോയി. തയ്യാറായിക്കോ, അവിടെ ചെന്നാൽ അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റെനോ. ഓക്കെ, അത് ഞാൻ നോക്കിക്കോളാം. കിക്കറു ആണെങ്കിൽ ഓടി നടന്ന് ചാറ എല്ലാത്തിനെയും കൊല്ലുന്നു. ബാക്കിയുള്ളവരെ കൊല്ലാൻ കുറേ നേരം എടുത്തതിനെല്ലാം അവൾ ഞൊട്ടി ഇടയിൽ വെടിവെച്ച് ചെതറിച്ച് കളഞ്ഞു. അവളെ ഒന്ന് സഹായിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഹാറുവിച്ചി. ഷിനോമിയ ഓടിച്ചെന്ന് ഒരു കമ്പി എടുത്ത് ഒരു കൈജുവിനെ വെടിവെച്ചിട്ടിട്ട് അടുത്തതിന്റെ പിടലിക്ക് കമ്പി കൊണ്ടടിച്ചു. അത് തെറിച്ചു പോയി വീണു. നമ്പർ 2016 ഡെൽറ്റ ഏരിയയിലെ അവസാന യോജുവിനെയും കൊന്നിരിക്കുന്നു. ഇപ്പോൾ ഹോഞ്ചുവിനെ നേരിടാൻ പോകുന്നു. കിക്കറു ആ വലിയ ഹോഞ്ചുവിന് നേരെ ചാടി കുതിച്ചു. അവൾ അതിന്റെ നേരെ ഒരു ഗ്രനേഡ് ഇട്ടു. പൊട്ടിത്തെറിച്ചു. അവൾ ബിൽഡിങ്ങിൽ കൂടി ചാടി ഹോഞ്ചുവിന്റെ നേരെ കുതിച്ചു ചെന്ന് അതിന്റെ വാ പിളർത്തി വായുടെ മുകളിൽ നിന്നു. എന്നിട്ട് അതിന്റെ അകത്തേക്ക് തോക്ക് ചൂണ്ടി. ലാസ്റ്റ് വൺ. അത് പൊട്ടിത്തെറിച്ചു. കിക്കറുവിന്റെ മുന്നിൽ അവസാന ഹോഞ്ചുവും ചത്തു വീണു. ഹോഞ്ചുവിനെ കൊന്നിരിക്കുന്നു. എക്സാമിന്റെ അവസാന ഘട്ടം പൂർത്തിയായിരിക്കുന്നു. റിക്കവറിംഗ് ഡ്രോൺസ്. ഗുഡ് ജോബ് എവരിവൺ. ആ പഞ്ഞ പെണ്ണിന് ഒട്ടുക്കത്ത സ്പീഡാ. ഒന്നും ചെയ്യാനാവാതെ കാഫ്കയും റെനോയും തളർന്നു കിടന്നു. ഡ്രോണുകൾ തിരിച്ചുപോയി. ഡ്രോണുകൾ തിരികെ വരുമ്പോൾ മെഡിക്കുകളെയും ഡിപ്ലോയ് ചെയ്യണ്ടേ? വൈസ് ക്യാപ്റ്റൻ ഹോഷിന ഓക്കനോക്കി ചോദിച്ചു. ഓ, ഹോഷിന മറ്റൊരു ചിന്തയിലായിരുന്നു. ഞാൻ വിചാരിച്ചതിലും പെട്ടെന്നായി പോയല്ലോ ഇത്. ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ എന്തോരം കഷ്ടപ്പെട്ടതാ. അപ്പോൾ മീന പറഞ്ഞു, നമ്മൾ കേട്ടതിലും ശക്തിയാണല്ലോ ഷിനോമിയ കിക്കറു. ഓ, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന അത്രയും ഉണ്ടല്ലേ അവൾ. ഒരു 30 പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യുമെന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ആരും തോറ്റില്ല. അതും മിക്കവർക്കും ചെറിയ ചെറിയ പരിക്കുകളേ ഉള്ളൂ. അതെല്ലാം അവൾ കാരണമാണ്. ഡയറക്ടർ ഷിനോമിയയുടെ മകളിൽ നിന്നും ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഡിഫൻസ് ഫോഴ്സിൽ അവൾ വലിയ സ്ഥാനത്തെത്തും. ഈ രാജ്യത്തിന് പ്രതീക്ഷയുടെ ഒരു കിരണമായി മാറും, ഹോഷിന പറഞ്ഞു. ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ പാപ്പ? കിക്കറു ചിന്തിച്ചു. ഇനിപ്പോയി ഹിബിനോ കഫ്കയെ 4ാമതും കളിയാക്കണം. അവൾ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ പിറകിൽ മറ്റൊരു വിചിത്ര രൂപം പ്രത്യക്ഷപ്പെട്ടു. കിക്കറു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അവളെ അത് വെടിവെച്ചിട്ടു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഷിനോമിയ കിക്കറു ഒരു ഭീകരി തന്നെയാണെന്ന് റെനോ. അതെ, അവള് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പക്ഷെ അവൾ കാരണം നമ്മൾ അവസാനം വരെ എത്തി. ഇനി റിസൾട്ട് വരാൻ കാത്തിരുന്നാൽ മാത്രം മതി, കഫ്കയും പറഞ്ഞു. പെട്ടെന്ന് എന്തൊക്കെയോ അവിടെ നടക്കാൻ തുടങ്ങി. ചത്തു വീണ കൈജുകളെല്ലാം ഉയർത്തെണീക്കാൻ ആരംഭിച്ചു. ഇതെന്നാ സെൻപായി, വാ പെട്ടെന്ന് പോകാം. എന്നാൽ കഫ്ക എന്തോ ശ്രദ്ധിച്ചു. രക്തം നിലത്ത് വീണു. കിക്കറു തളർന്നു നിലത്തിരുന്നു. എന്റെ ഷീൽഡെല്ലാം ഒരു പോയിന്റിൽ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് എന്റെ ഹൃദയത്തെ സംരക്ഷിക്കാനായത്. എനിക്കിനിയും ഫൈറ്റ് ചെയ്യാം. അവൾ ആ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ജീവിയുടെ നേർക്ക് നോക്കി. നീ എന്ത് കുന്തമാ? നിനക്ക് അനക്കമുണ്ടോ? ഇതിന് സംസാരിക്കാനാകുമോ? കിക്കറുവിന് വിശ്വസിക്കാനായില്ല. അപ്പോൾ അവളുടെ മുറിവുകൾ അടഞ്ഞു. നിന്റെ സ്യൂട്ടിന് എന്താ പ്രത്യേകത? അത് ചോദിച്ചു. അപ്പോൾ ഹോഞ്ചു അനങ്ങി. ആ, ശരി, നീ നോക്കിക്കോ. ഇതൊരു കൈജുവാണ്, പക്ഷെ ഇതിന് ഇന്റലിജൻസ് ഉണ്ട്. എന്താ ഇവിടെ നടക്കുന്നേ? അവൾ എഴുന്നേറ്റ് നിന്ന് അതിനു നേരെ തോക്ക് ചൂണ്ടി. വിഴുങ്ങുന്നതിന് മുന്നേ ചവയ്ക്കാൻ മറക്കരുത്. അത് പിന്നെയും പലതവണ കിക്കറുവിന് നേരെ വെടിയുതിർത്തു. അവൾ വയ്യാണ്ട് വീണ് ഉറക്ക നിലവിളിച്ചുപോയി. എന്തോ പ്രശ്നമുണ്ട്. 2016 വൈറ്റൽസിൽ അബ്നോർമാലിറ്റി ഡിറ്റക്ട് ചെയ്തു.
എന്താ അവിടെ സംഭവിക്കുന്നത്? അറിയില്ല, പക്ഷെ അവർക്കൊന്ന കൈജുവിൽ നിന്നെല്ലാം സിഗ്നൽസ് വരുന്നുണ്ട്. എന്ത്? ചത്ത കൈജു എങ്ങനെ ജീവനോടെ തിരിച്ചു വരും? പുനർജീവിച്ച ഹോഞ്ചുവിന്റെ ഫോർട്ടിറ്റ്യൂഡ് കിട്ടി. 6.4 ഓക്കനോഗി പറഞ്ഞു. അതിന്റെ ശക്തി കൂടിയല്ലോ. അതിനെ നേരിടാൻ ഒരു മുഴുവൻ കമ്പനി തന്നെ വേണ്ടിവരും. എത്രയും പെട്ടെന്ന് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ ഇവിടെ. ഉടനെ മീന പറഞ്ഞു, എല്ലാ എക്സാമിനുകളുടെയും റിമോട്ട് ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യൂ. കുറച്ച് ഡ്രോണുകൾ തിരിച്ചയക്കൂ. എനിക്കൊരു ക്യാമറ ഫീഡ് താ. ഓഷന, പുറപ്പെടാൻ തയ്യാറാവൂ. ഞാനോ അവളോ? ഓഷന ചിന്തിച്ചു. അവർ പുറപ്പെട്ടു. അവിടമാകം എമർജൻസി അലേർട്ടുകൾ മുഴങ്ങി. പരീക്ഷാർത്ഥികൾ തിരികെ ഓടി. ചത്തുവീണ കൈജുകൾ അവർക്ക് ചുറ്റും ഉയർത്തെണീറ്റു. ഷിനോമിയയുടെ മുന്നിൽ ആ ഹോഞ്ച് നിന്നു. അവൾക്കൊട്ടും വയ്യായിരുന്നു. പിൻവലിയാനും എനിക്കതിന് സാധിക്കില്ല. ആരെങ്കിലും ഈ സാധനത്തെ തടഞ്ഞില്ലെങ്കിൽ ഒത്തിരി പേര് മരിക്കും. കൈജു മസിൽ ഫൈബർ കൊണ്ട് ബ്ലീഡിങ് നിർത്തിയാൽ എനിക്ക് അനങ്ങാൻ സാധിക്കും. എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ യുദ്ധക്കളത്തിൽ ഇരിക്കുമ്പോൾ ആരും മരിക്കില്ല. എല്ലാം തികഞ്ഞവളാകണം. ഈ രാജ്യത്തിന്റെ ഭാവിക്കായി എനിക്ക് പെർഫെക്റ്റ് ആകണം. അവൾ അരിശത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൈജുവിന് നേരെ തോക്ക് ചൂണ്ടി. എന്നാൽ കൈജു അവളെ അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. അവൾക്ക് നല്ലപോലെ പരിക്കേറ്റു. ഞാൻ തോൽക്കില്ല. കിക്കറു ചാൻ, നീ അടിപൊളിയാണല്ലോ. നിന്റെ പേരാ ടോപ്പില്. അതിനർത്ഥം നീ നമ്പർ 1 ആണെന്നല്ലേ? കുട്ടി കിക്കറുവിന്റെ കൂട്ടുകാരി അവളോട് പറഞ്ഞു. അതെ, ഞാനാണ് ടോപ്പില്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് അവളെ അടുത്ത് വിളിച്ചു. തന്റെ പുത്രി പരീക്ഷയിൽ ജയിച്ചതിന് അയാൾ അഭിനന്ദിച്ചു. കിക്കറു അത് നോക്കി. അവൾ ഒറ്റയ്ക്കായിരുന്നു. മറ്റു കുട്ടികളുടെ എല്ലാം കൂടെ അവരുടെ മാതാപിതാക്കന്മാർ ഉണ്ടായിരുന്നു. എത്ര മാർക്കിന് പിറകിലായിരുന്നെങ്കിലും അവരെല്ലാം തന്റെ മക്കളുടെ നേട്ടത്തെ പ്രശംസിച്ചു. ഷിനോമിയ കിക്കറു ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കിക്കറുവിന്റെ ബട്ട്ലർ വന്ന് വിളിച്ചു. കിക്കറു സമ, മാസ്റ്റർ ഇന്ന് വീട്ടിൽ കാണും. അദ്ദേഹം വളരെയധികം സന്തോഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് 1ാം റാങ്ക് കിട്ടിയല്ലേ? ഉറപ്പായും കിട്ടും. പക്ഷേ അതിൽ കാര്യമില്ല. ഒരു ചെറിയ വിജയത്തിൽ ആഹ്ലാദിക്കുന്നത് അടുത്ത തവണ പരാജയം വിളിച്ചു വരുത്തും. കിക്കറു, നിന്റെ അടുത്ത ലക്ഷ്യത്തിനായി ഉടനെ തന്നെ തയ്യാറാകൂ. ഈ നാടിന്റെ ഭാവിക്കായി നീ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ നിന്റെ മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടി. കിക്കറു പോരാടാനായി കുതിച്ചു. ഞാൻ തോൽക്കില്ല. മുന്നോട്ട് തന്നെ പോകണം. എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാം. മറ്റാരും നിന്നെക്കാളും മികച്ചതാകാൻ പാടില്ല. കൈജു അവളെ അടിച്ചിട്ടു. ഒറ്റ കൈകൊണ്ടാണെങ്കിലും അത് അനക്കാൻ പറ്റുന്നവരെ ഞാൻ യുദ്ധമുഖത്ത് മറ്റാരേക്കാളും ശക്തയായിരിക്കണം. എനിക്ക് ഇനിയും പോരാടാം. പക്ഷേ അവളുടെ തോക്ക് താഴെ വീണു. അപ്പോഴാണ് അവൾ സ്വന്തം കൈ ശ്രദ്ധിച്ചത്. അത് വട്ടമൊടിഞ്ഞിരുന്നു. വേദന കാരണം അവൾ ഉറക്കെ നിലവിളിച്ചുപോയി. ഹോഞ്ചുവിനപ്പോൾ വലിയ ചുമന്ന കൊമ്പുകൾ മുളച്ചു വന്നു. ഹോഞ്ചുവിനെ കണ്ടെത്തി. ഷിനോമിയ കിക്കറു അടുത്തുണ്ട്. അവൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ഓക്കനോഗി റിപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് ആക്രമിക്കാൻ മാത്രമുള്ള ഹോഞ്ചുവിന്റെ കൊമ്പ് തിരിച്ചു വന്നത് അവൾ ശ്രദ്ധിച്ചത്. അത് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. മീനയും ഹോഷനയും അവിടേക്ക് അതിവേഗം കുതിച്ചു. നാശം, സമയത്തിന് ചെല്ലുവോ? കിക്കറുവിന്റെ പ്രതീക്ഷയെല്ലാം നശിച്ചിരുന്നു. അവൾ മരണമുറപ്പിച്ചു. ഹോഞ്ചു ആക്രമിക്കാനായി കൊമ്പുകൾക്കിടയിൽ എനർജി ചാർജ് ചെയ്തു. കിക്കറു തളർന്നിരുന്നു പോയി. എന്നോട് ക്ഷമിക്കണം പാപ്പ, എനിക്ക് പെർഫെക്റ്റ് ആകാനായില്ല. സോറി. അവൾ കരഞ്ഞുപോയി. ഹോഞ്ചു ആക്രമിച്ചു. നീ നല്ലതുപോലെ തന്നെ ചെയ്തു കിക്കറു. കാഫ്ക പെട്ടെന്ന് അവിടേക്ക് വന്നു. അവൾക്ക് വിശ്വസിക്കാനായില്ല. താൻ എന്താ ഇവിടെ? ആ വലിയ സ്ഫോടനത്തിന് ശേഷവും അവൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല. കാഫ്ക രൂപം മാറിയിരുന്നു. നീ കഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാനായി. ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം. കാഫ്ക കൈജുവിന് നേരെ നിന്നു. എന്തുവായിരുന്നു ആ സ്ഫോടനം? ബാക്കിയുള്ളവർ രക്ഷപ്പെടാനായി ഓടിയപ്പോൾ ഇഹാറുവും ടീമും അവരെ കവർ ചെയ്തു. അപ്പോൾ അവരൊരു സിഗ്നൽ ഫ്ലെയർ കണ്ടു. ഇവാക്യുവേഷൻ ഏരിയയിലേക്കുള്ള വഴി കാണിക്കാൻ അവോയി ആയിരുന്നു അത് ഷൂട്ട് ചെയ്തത്. ഹരോയിച്ചിയും സപ്പോർട്ട് ചെയ്തു. കഫ്ക സെൻപായ്. കൈജുകൾ പുനർജീവിച്ചു തുടങ്ങിയപ്പോൾ, സെംപായ് ഇവിടുന്ന് പോകാം. ഒരു എക്സാമിനി അപ്പോൾ ഓടി വന്ന് പറഞ്ഞു. കൈജു എല്ലാം പുനർജീവിച്ചു. അങ്ങോട്ട് പോവരുത്. ഷിനോമിയെ അതിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞാൻ HQവിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് പുറത്തു കിടക്ക്. സെംപായ് അത് കേട്ടോ? കാഫ്ക അപ്പോഴേക്കും പോയിരുന്നു. അങ്ങേര് പോയോ? ഇനി ട്രാൻസ്ഫോം ആകുമോ? ആകും. അങ്ങേര് കൈജു ആയാൽ അപ്പ തന്നെ പിടിച്ചു കൊല്ലും. ഇതുപോലുള്ള സമയത്ത് അദ്ദേഹം മടിക്കില്ല. കിക്കറുവിന് വിശ്വസിക്കാനായില്ല. എന്താ എന്താ നടക്കുന്നത്? താൻ കൈജു ആയിരുന്നു? കാഫ്ക അത് കണ്ടു. ഉടനെ തന്നെ ഓടി വന്ന അവൻ മുട്ടയിൽ നിന്ന് കൈകൂപ്പി. പ്ലീസ് 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 പ്ലീസ്, ഡിഫൻസ് ഫോഴ്സിനോട് ഇത് പറയല്ലേ പ്ലീസ് കിക്കർ മോളെ. ഹോഞ്ചു അടുത്ത ആക്രമണത്തിനായി ചാർജ് ചെയ്ത് ആക്രമിച്ചു. കാഫ്കയെ അത് ചുമ്മാ തട്ടിത്തെറിപ്പിച്ചു. അത് ദൂരെ പോയി പൊട്ടിത്തെറിച്ചു. നീക്ക് ഒരു സെക്കൻഡ് മതി ഇവനെ അടിച്ചു പറത്താൻ. അതുകൊണ്ട് നീ ഒന്ന് വിശ്രമിക്കും. കാഫ്ക പവറപ്പ് ചെയ്തു. ഹോഞ്ചുവിന്റെ അടുത്ത് നിന്നും എന്തോ വിചിത്രമായ അൾട്രാ പവർഫുൾ എനർജി സോഴ്സ് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. വേറെ ഒരെണ്ണോ? അതിന്റെ സിഗ്നൽസ് ഉണ്ടോ? ഹോഷനെ ചോദിച്ചു. മുമ്പേ നടന്ന സ്ഫോടനം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകർത്ത് കളഞ്ഞു. നമ്മൾക്ക് വിഷ്വൽസ് ഇല്ല.
നിക്കേ, ഇത് ശരിയാണോ? ഫോർട്ടിറ്റ്യൂഡ് 9.8. കൊനോമിക്ക് വിശ്വസിക്കാനായില്ല. ഇമ്പോസിബിൾ. സ്ഫോടനം മെഷർമെന്റ് സിസ്റ്റം എല്ലാം തകർത്ത് കാണും എന്ന് ഹോഷിന്. അതല്ലെങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ കൈജു ആയിരിക്കും അത്. കാഫ്ക ആക്രമിക്കാൻ തയ്യാറായി. ഹോഞ്ചു അവന് നേരെ കുതിച്ചു. സോറി, എനിക്കൊട്ടും സമയമില്ല. അതുകൊണ്ട് നിന്നെ ഇപ്പൊ തന്നെ ശരിയാക്കാം. അവൻ കാൽ നിലത്തുറപ്പിച്ചു. ഒരൊറ്റ ഇടിക്ക്. കാഫ്ക ശക്തിയായി ഇടിച്ചു. ഹോഞ്ചുവും ഇടിച്ചു. പക്ഷേ കാഫ്ക അതിനേക്കാൾ ശക്തനായിരുന്നു. ഹോഞ്ചുവിന്റെ ത്വക്കും മസിലും മാംസവുമെല്ലാം ആ ഇടിയുടെ ശക്തിയിൽ ഊരി പറന്നുപോയി. അവസാനം പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടായി. ഹിക്കറുവിന് കണ്ടത് വിശ്വസിക്കാനായില്ല. മിച്ചമുണ്ടായിരുന്നത് ഹോഞ്ചുവിന്റെ 2 കാലുകൾ മാത്രമായിരുന്നു. പിന്നെ രക്തമഴ പെയ്തിറങ്ങി. ഹിക്കറു സ്തംഭിച്ചിരുന്നു പോയി. ആ പ്രദേശത്താകമാനം അതിന്റെ ശരീരാവശിഷ്ടങ്ങളും രക്തവും ചിതറിക്കിടന്നു. ആ, ഇനി നീ എന്ന് ഉയർത്തെണീക്കടാ എന്ന് കാഫ്ക വെല്ലുവിളിച്ചു. അപ്പൊ വേണ്ടേ, ഏതാണ്ടൊക്കെയോ ശരീരഭാഗങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. അത് കണ്ട് കാഫ്ക ഞെട്ടി ചുറ്റി ഓടി. അയ്യോ, ചുമ്മാ പറഞ്ഞതാണേ, JK ആയിരുന്നേ. അവൻ നിലത്തിരുന്ന് തൊഴുതു. ഉയർത്തെണീക്കരുതേ പ്ലീസ്. പക്ഷേ ആ ഉയർന്നു വന്നതെല്ലാം ഉടനെ തന്നെ താഴെ വീണു. ഹോ, ഇങ്ങനെ ഒരു മനുഷ്യനെ പേടിപ്പിക്കരുത്. ഇയാൾ ആരാ? ഉടനെ തന്നെ കാഫ്ക ഹിക്കറുവിന്റെ നേർക്ക് ഓടി വന്നിട്ട് അവളുടെ പിറകിലുണ്ടായിരുന്ന ഒരു കൈജുവിനെയും ഇടിച്ചു. അത് ചത്തു വീണു. നിനക്ക് പ്രശ്നമൊന്നും വരില്ലെന്നാ തോന്നുന്നത്. കാഫ്ക തിരിഞ്ഞു നിന്ന് ചിരിച്ചു കാണിച്ചു. നീ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ അപകടത്തിൽ ചെന്ന് ചാടരുത്. പെട്ടെന്ന് റേനോ കാഫ്കയുടെ തലയിലടിച്ചു. ആ, നിങ്ങളും. ഇച്ചിക്കാവാ, നീ ഇവിടെ എന്നെ എടുക്കുവാ? അതെങ്ങനാ? എന്റെ കണ്ണൊന്നു തെറ്റിയപ്പോൾ തന്നെ നിങ്ങൾ സ്ഥലം വിട്ടല്ലോ. എനിക്കുറപ്പായിരുന്നു ഇവിടെ ഈ കോലത്തിൽ കാണുമെന്ന് എന്ന് റേനോ. ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം രൂപം മാറ്റാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ഹോഞ്ചുവിനെ കണ്ടപ്പോ എന്റെ പൊന്നടാവേ. ഇതിനിടയ്ക്ക് ഹിക്കറുവിന്റെ ബോധം പോയി. അവൾ വീണു. മീനയും ഹോഷിനെയും സ്ഥലത്തെത്തി. ഇതെന്താ ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഇത് മുമ്പ് എവിടെ കണ്ടിട്ടുള്ള പോലെ എന്ന് ഹോഷിന. അപ്പോൾ മറ്റ് ഡിഫൻസ് ഫോഴ്സ് മെമ്പേഴ്സുകളും അവിടേക്ക് വന്നു. ക്യാപ്റ്റൻ അഷിറോ, എക്സാമിനികളെ ആരെയും കണ്ടെത്താനായില്ല അവർ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ റൂമിൽ നിന്നും കൊനോമി ഓക്കനോഗി പറഞ്ഞു, ഷെൽട്ടർ 6-ൽ 3 എക്സാമിനികൾ വന്നെത്തിയിട്ടുണ്ട്. അത് ഷിനോമിയ കിക്കറുവും ഇച്ചിക്കാവ റെനോയും ഹിബിനോ കാഫ്കയുമാണ്. ആ, അവര് സേഫ് ആണല്ലോ. എല്ലാ എക്സാമിനികളും തിരിച്ചെത്തിയിരിക്കുന്നു ഓക്കനോഗി പറഞ്ഞു. റോജർ, ഷിനോമിയ കിക്കറു ശക്തയാണെന്ന് സമ്മതിക്കാതെ വയ്യ. പക്ഷേ അവളായിരിക്കില്ല ഇത് ചെയ്തത്, ഭൂഷണ പറഞ്ഞു. കൈജു പുനർജീവിക്കുക. പക്ഷേ ഈ ബ്ലാസ്റ്റ് സോൺ, നമ്മൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കുറേയുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിനോടും ഡിസ്പോസൽ യൂണിറ്റിനോടും വരാൻ പറയൂ. ഓഷിനെയും ഞാനും പോയി യോജുവിനെ തീർത്തുകൊള്ളാം. വീന ഓർഡർ ഇട്ടു. ഇത് 3 മാസം മുന്നേ കണ്ടതുപോലെ തന്നെ. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓഷിന ചിന്തിച്ചു. ശേഷം ആശുപത്രിയില്. ഞാൻ വിചാരിച്ചത്രയും പരിക്കൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. നന്നായി എന്ന് റെനോ. ഞാൻ പിന്നെ ആശുപത്രിയിൽ വന്നു. ഷിനോമിയയ്ക്കും വലിയ പ്രശ്നമില്ലെന്നാ തോന്നുന്നത്. ഡിഫൻസ് ഫോഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയാണ് അവളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നത്. അതെന്നാ പരിപാടിയാ, എനിക്കൊന്നും കിട്ടത്തില്ല അത്. കാരണം നിങ്ങൾക്ക് അത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്താണേലും പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത്. ഇത്ര അടിപൊളി ആൾക്കാർക്കൊപ്പം മത്സരിച്ചിട്ട് വർഷങ്ങളായി. മാത്രമല്ല അതെന്നെ ഓർമ്മിപ്പിച്ചു, സ്വപ്നങ്ങളുടെ പിറകെ പോകുക എന്നത് നിങ്ങളെക്കാൾ മികച്ച മറ്റൊരാൾ എപ്പോഴും കാണുമെന്നാണ്. മാത്രമല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന കാര്യവും വളരെ എക്സൈറ്റിംഗ് ആണ്. ഇതൊക്കെ എന്നെ എല്ലാം ഓർമ്മിപ്പിച്ചു. എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് നിനക്ക് നന്ദി ഇച്ചിക്കാവ. മീന ഒളിച്ചിരുന്ന് ഇതെല്ലാം കേട്ടിരുന്നു. എന്നിട്ട് അവൾ അവിടേക്ക് വന്നു. ക്യാപ്റ്റൻ അഷിറോ, എന്താ ഇവിടെ? റെനോ ചോദിച്ചു. ഷിനോമിയെ ഷെൽട്ടറിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞു. അവളെ രക്ഷിച്ചതിൽ നന്ദി. മീന അവരെ സല്യൂട്ട് ചെയ്തു. ഗുഡ് ബൈ. എന്നിട്ട് അവൾ തിരികെ പോയി. കഫ്കെ അവളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ട എന്ന് വെച്ചു. വേണ്ട, സമയമായിട്ടില്ല. ഞാനൊരു ഓഫീസർ ആയതിനു ശേഷം അവളോട് സംസാരിക്കാം. നീ കണ്ടോണം മീന. ഷിനോമിയ കിക്കറു ക്രിട്ടിക്കൽ കെയറിലായിരുന്നു. അവൾ പാതി മയക്കത്തിൽ പറഞ്ഞു, പാപ്പ, എനിക്ക് പെർഫെക്റ്റ് ആകാനായില്ല. അവൾ ഉണർന്നു. അപ്പോൾ ഹോഷിനെ അവിടേക്ക് വന്നു. വേണ്ട വേണ്ട വേണ്ട, കിടന്നു. ഉയർത്തെണീറ്റ എല്ലാ കൈജുവിനെയും ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് ആരും കൊല്ലപ്പെട്ടില്ല. ഹോഞ്ചുവിനെ കൊന്നതിന് നിനക്ക് നന്ദി. കിക്കറു അത് കേട്ടൊന്നും മടിച്ചു. ഓ, അതല്ലേ അപ്പോൾ സംഭവിച്ചത്? ഹോഷിനെ ചോദിച്ചു. കിക്കറു കഫ്കയെക്കുറിച്ച് ഓർത്തു. അവൾ പറഞ്ഞു, അല്ല, ഞാനാണ് കൊന്നത്. ഈ സമയം ടോക്കിയോയിലെ മറ്റൊരിടത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സെലക്ഷൻ എക്സാമിൽ മരിച്ച കൈജുകൾ പുനർജീവിക്കുന്ന വിചിത്ര സംഭവം നടന്നു. ഭാഗ്യവശാൽ പരിക്കുകൾ മാത്രമായി പരീക്ഷാർത്ഥികൾ രക്ഷപ്പെട്ടു. ആരും മരിച്ചില്ലേ? ആ മനുഷ്യനെ പോലെ ഇരിക്കുന്ന കൈജു ഒരു റെസ്റ്റ് റൂമിലിരുന്ന് ഫോണിൽ ന്യൂസ് കേൾക്കുകയായിരുന്നു. ആരും മരിച്ചില്ലേ? അതെങ്ങനെ ശരിയാകും? അതോ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മനുഷ്യർ അത്ര ശക്തരാണോ? കൈജു നമ്പർ 8ന്റെ ഭീതി ഇപ്പോഴും നിഴലിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്, ന്യൂസിൽ പറഞ്ഞു. നമ്പർ 8? എന്താ? അപ്പോൾ അതിന്റെ ഫോൺ റിങ് ചെയ്തു. ഇങ്ങനെയല്ലേ ഇതിന് ഉത്തരം കൊടുക്കുന്നത്?
എടോ നീ എവിടെയാ? ബ്രേക്ക് ടൈം ഒക്കെ കഴിഞ്ഞു, ഫോണിൽ പറഞ്ഞു. ഏ ഏന്നോ? പെട്ടെന്ന് ഇങ്ങോട്ട് വാടേ. ആ ജീവി രൂപം മാറി മനുഷ്യരൂപത്തിലായി. ഓക്കെ, ഇപ്പൊ വരാം. ഷോ, ഈ മനുഷ്യരെന്നാ സമയം ഇത്ര കാര്യമായിട്ട് എടുക്കുന്നു? ക്ലീനപ്പ് സ്ക്വാഡ് ബാത്റൂമിന്റെ വെളിയിൽ അതിനെ കാത്തി നിൽക്കുകയായിരുന്നു. അത് പുറത്തു വന്ന് പറഞ്ഞു, സോറി, എന്റെ വയറ് ശരിയല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ പേടിച്ചു പോയി. എവിടെ പോയാലും ഇനി പറഞ്ഞിട്ട് പോണം. സോറി ടോക്കുസാൻ. അത് അവരുടെ കൂടെ തിരികെ പോയി. സെലക്ഷൻ എക്സാമിന് എന്തോ പ്രശ്നമുണ്ടായെന്നാ കേട്ടത്. കഫ്കയും റെനോയും ഓക്കെയാണോ എന്തോ.